ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ്. പോലീസിന്റെ പദ്ധതി മാറ്റിയിരിക്കുന്നു. കോടതിയുടെ ഗേറ്റ് അത് അടച്ചിരിക്കുന്നു. അകത്തുള്ള ആളുകളെല്ലാം പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഒരു ബസ്സും അതുപോലെ തന്നെ ഒരു ജീപ്പും ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ നിന്നും തിരിച്ചു പോയിരിക്കുന്നു. ഇനി എന്താണ് പോലീസിന്റെ പദ്ധതി എന്നറിയണം. ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി ലഭിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനം അതുതന്നെയാണ്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. എവിടെ വെച്ച് അറസ്റ്റിലായി, ഇനി കീഴടങ്ങിയതാണോ, അത്തരം കാര്യങ്ങൾ പോലീസിന് കീഴടങ്ങിയതാണോ, അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്നാലും കോടതിയിൽ നിലവിൽ വളരെ പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കാൻ സാധ്യതയില്ല. അത്രത്തോളം ഒരുപക്ഷെ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറം ആളുകൾ ഇവിടെ BJP പ്രവർത്തകർ എത്തിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മറികടന്ന് ഈ BJP പ്രവർത്തകരെ മറികടന്ന് ഏതെങ്കിലും തരത്തിൽ അകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. അത്രത്തോളം ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നു. അതൊരു സംഘർഷ സാധ്യതയിലേക്ക് കിടക്കും. ഒരുപക്ഷെ അത് ഒരു MLA കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ അത് വലിയ സംഘർഷത്തിലേക്ക് കിടക്കുന്ന സാഹചര്യം ഉണ്ടാവും. പോലീസ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് അവർ ഇപ്പോൾ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ, അതാണ് ഇനി അറിയേണ്ടത്. ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇനി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് കാണുന്ന ഇവരുടെ നീക്കങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ്. സ്ഥിരീകരണമില്ല. ചില ആളുകൾ ഇത്തരത്തിൽ പറയുന്നുണ്ടെങ്കിലും നമുക്കത് ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്ത് കിട്ടിയാൽ മാത്രമേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകൂ. പക്ഷേ നാടകീയ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ അറസ്റ്റായി. 5:30 കോടതി കഴിഞ്ഞിട്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പോലീസ് മടങ്ങുമ്പോൾ മജിസ്ട്രേറ്റ് അവിടെ തുടരുന്നുണ്ടോ? മജിസ്ട്രേറ്റിന്റെ വസതിയിലോ മറ്റോ ഹാജരാക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചില സംശയങ്ങൾ കൂടിയുണ്ടല്ലോ. ശ്രീജ, മജിസ്ട്രേറ്റ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചേംബറിൽ തന്നെയുണ്ട്. നമുക്ക് കാണാം. ഇതാണ്, ഈ വഴിയാണ് മജിസ്ട്രേറ്റ് പുറത്തേക്ക് വരുന്നത്. ഇദ്ദേഹത്തിന്റെ വസതി എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് താഴെ ഇതിന് എതിർവശം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്ത് ഈ ഭാഗത്താണ് മജിസ്ട്രേറ്റിന്റെ വസതിയുള്ളത്. ഏതായാലും മജിസ്ട്രേറ്റ് ഇപ്പോഴും ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മുന്നിലാണ് അങ്ങനെയെങ്കിൽ ഹാജരാക്കേണ്ടത്. കാരണം അമ്പലത്തറ, ഹോസ്ദുർഗ്, രാജപുരം പോലീസ് സ്റ്റേഷനുകളിലെ പ്രതികളെ ഇത്തരത്തിൽ പിടികൂടിയാൽ അത് മജിസ്ട്രേറ്റ് 1 ഹാജരാക്കേണ്ടത്. ആ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം ഇപ്പോഴും ചേംബറിൽ തുടരുന്നുണ്ട്. ഒരു പക്ഷേ പോലീസ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലൊന്നും അറിയില്ല. അദ്ദേഹം ഇതുവരെ ഇവിടെ നിന്നും പുറത്ത് പോയിട്ടില്ല. ഇന്ന് 5:30 വരെ നീണ്ടിരുന്നു കൂടുതൽ കേസുകൾ ഉണ്ടായിരുന്നു. അത്ര വരെ നമ്മളും ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. പിന്നീടാണ് ഈ മജിസ്ട്രേറ്റ് ചേംബറിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അതല്ല, ഇനിയിപ്പോ ചേംബറിലല്ല, ഇനി വസതിയിലേക്ക് ഹാജരാക്കുന്നതിനും പോലീസിന് പ്രയാസമില്ല. അത്തരം നടപടികൾ ഒരുപക്ഷെ പോലീസിന് കടക്കാം. വൈദ്യ പരിശോധന ഉൾപ്പെടെ നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾ എന്തായാലും കടക്കേണ്ടി വരും. നിലവിലത്തെ സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കുക വളരെ പ്രയാസമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കൂടുതൽ പ്രവർത്തകർ എത്തുന്ന സാഹചര്യമുണ്ട്. ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യം പോലും ഈ ഉൾപ്രദേശമായ ഒരാളുകൾ പോലും ഇല്ലാത്ത ഈ സമയങ്ങളിൽ ഈ സ്ഥലത്തുണ്ടായി എന്നതാണ്. നമുക്കത് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. പകൽ പോലും വലിയ തിരക്കില്ലാത്ത ആളൊഴിഞ്ഞ സ്ഥലത്താണ് ഈ കോടതി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇത്രയും വലിയ ഒരു ട്രാഫിക് ബ്ലോക്കിന് സമാനമായ സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിലാണ്. ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ വളരെ വൈകി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എളുപ്പത്തിൽ പോലീസിനെ ഹാജരാക്കാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ കൊണ്ടുവരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പോലീസുകാരുടെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഇപ്പോൾ അത്തരം നടപടികളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥർ, ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടുന്ന് മടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ചെറിയൊരു സംഘം പോലീസ് മാത്രം, നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു പോലീസ് സംഘം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവർ കൃത്യമായൊരു പ്ലാൻ